നമസ്കാരം. പേഴ്സണൽ ലോൺ തരപ്പെടുത്തി തരാമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പരസ്യം നൽകി വൻ തട്ടിപ്പ് നടത്തിയ പ്രതി കൊല്ലത്ത് പിടിയിൽ. തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ 251 അശ്വതി ഭവനിൽ രഞ്ജിത്താണ് പിടിയിലായത്. OLX ആപ്പിലൂടെ പേഴ്സണൽ ലോൺ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു പ്രതി പരസ്യം നൽകിയിരുന്നത്. ഈ പരസ്യം ശ്രദ്ധയിൽപ്പെട്ട നിരവധി വീട്ടമ്മമാർ പരസ്യത്തിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് വിളിച്ചു. തുടർന്ന് ഇവരുടെ വിശ്വസ്തത നേടിയെടുത്ത പ്രതി ഇവരുടെ പക്കലുള്ള എല്ലാ രേഖകളും വാട്സപ്പ് മുഖേന വാങ്ങുകയും തുടർന്ന് സിബിൽ സ്കോർ അടിസ്ഥാനത്തിൽ ഓരോ ആളുകൾക്കും ലഭിക്കാവുന്ന തുക എത്രയാണെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ലോൺ ശരിയാക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇവരോട് കൊല്ലം പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന വിവിധ ഹോം അപ്ലയൻസ് ഷോറൂമുകളിലേക്ക് എത്തിച്ചേരാൻ അറിയിക്കുകയായിരുന്നു. ഷോറൂമുകളിലെ ഫിനാൻസ് വിഭാഗം ആളുകൾ പിന്നീട് ഇവരെ കൊണ്ട് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എടുപ്പിക്കുകയാണ് പതിവ്. വില കൂടിയ മൊബൈൽ ഫോൺ, AC, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങളാണ് ഇവരുടെ പേരിൽ വാങ്ങിച്ചിരുന്നത്. പേഴ്സണൽ ലോൺ ആവശ്യത്തിനായി എത്തിച്ചേർന്നവർ പർച്ചേസ് ലോൺ എന്ന തരത്തിലേക്ക് മാറിയതോടെ പരാതിക്കാർ വീണ്ടും പ്രതിയെ ബന്ധപ്പെട്ടു. പ്രതി അവരോട് പറയുന്നത്, ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ പേരിൽ വാങ്ങിയ ശേഷം ഇത് മറിച്ച് വിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പണം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നായിരുന്നു. 1 മാസ കാലയളവിന് ശേഷം EMI അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ ബാങ്കിന്റെ പ്രതിനിധികൾ വീട്ടമ്മമാരെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായത്. പ്രതിയുടെ ചതിയിൽപ്പെട്ട കൊല്ലം മീനാട് സ്വദേശിനെയും അഞ്ചൽ വിളക്കുപാറ സ്വദേശിനെയും ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ എത്തിയ ശേഷം കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പല പേരുകളിൽ പല മേൽവിലാസത്തിൽ താമസിക്കായിരുന്ന പ്രതിയെ തന്ത്രപൂർവ്വം വർക്കലയിൽ നിന്നാണ് പിടികൂടിയത്. ഇയാൾ തട്ടിപ്പിന് ഉപയോഗിച്ച സിം കാർഡ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളുടെ പേരിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളോ കേസുകളോ നിലവിലുണ്ടോ എന്നും തട്ടിപ്പിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രദീപ് ജെയുടെ നേതൃത്വത്തിൽ SI-മാരായ ദീപു ശിവൻ, അമൽ പ്രസാദ്, ലഞ്ജുലാൽ, ഗ്രേഡ് SI ഷാജി, CPമാരായ ഷാൻ അലി, സജിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചതി മനസ്സിലായതെന്ന് വെച്ചാല്, ഞങ്ങള് ഫേസ്ബുക്കില് മാർക്കറ്റ് പ്ലേസിലാണ് പേഴ്സണൽ ലോൺ കൊടുക്കുന്ന പറഞ്ഞ ഒരു ആഡ് കണ്ടു. ആ ആഡ് പ്രകാരം ഞങ്ങള് അങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് നമ്പർ ഇട്ട് തന്നു. അപ്പൊ മിഥുനെന്നായിരുന്നു അതിലെ പ്രൊഫൈൽ നെയിം. അപ്പൊ ആ നമ്പർ പ്രകാരം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞത് പേഴ്സണൽ ലോൺ ചെയ്തു തരും, മാസം 7000 രൂപ അടച്ചാൽ മതിയെന്ന്. ഇപ്രകാരം ഞങ്ങള് 3-4 കസ്റ്റമർക്ക് അത് വേണമായിരുന്നു. അപ്പൊ ഈ 3-4 കസ്റ്റമറെയും കൊണ്ട് ഞങ്ങൾ വിളിച്ചാൽ പറഞ്ഞ് പള്ളിമുക്കിൽ വന്നാൽ മതിയെന്ന്. അങ്ങനെ പള്ളിമുക്കിൽ ചെന്നിട്ട് ഞങ്ങള് മിഥുനെ കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞ്, അത് ചേച്ചി മാഡം, അത് പള്ളിമുക്കിൽ വന്നിട്ട് പിട്ടാപ്പള്ളിയിൽ ചെന്നാൽ മതി, അവിടെ നഫാസ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, നഫാസിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നഫാസ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ പിട്ടാപ്പള്ളി എന്ന് കണ്ടപ്പോ ഇലക്ട്രോണിക് സ്ഥാപനം, അവിടെ എന്തായാലും പേഴ്സണൽ ലോൺ ചെയ്യത്തില്ല. അപ്പൊ ഒരു ഡൗട്ട് എനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാൻ മിഥുനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും മിഥുൻ പറഞ്ഞെന്ന് വെച്ചാല് അത് നഫാസിന് എല്ലാ കാര്യങ്ങളും അറിയാം, ചേച്ചി അങ്ങ് ചെന്നാ മതി എന്ന് പറഞ്ഞു. ഇപ്രകാരം ഞങ്ങൾ ആ 3 കസ്റ്റമറുമായിട്ട് ഞാൻ ഉൾപ്പെടെ നമ്മൾ അവിടെ നമ്മൾ ചെന്നിട്ട് പറഞ്ഞ് നഫാസിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു മിഥുൻ പറഞ്ഞിട്ടാ വന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നഫാസ് എനിക്ക് ഞങ്ങളുടെ കസ്റ്റമറെ എല്ലാം പ്രൂഫുകൾ വാങ്ങി ലോൺ എല്ലാം ചെയ്തു. പല ഫിനാൻസുകാരെ ഇത് ഇട്ടും 3-4 കസ്റ്റമർക്ക് ചെയ്തു. ലോൺ ചെയ്ത് അങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ചാല് അടുത്ത മാസം 2-ാം തീയതി EMI അടയ്ക്കണം എന്ന് വെച്ചാൽ ഇത് പ്രോഡക്റ്റ് ലോണാണ്. ഈ പ്രോഡക്റ്റ് എടുത്ത് മറിച്ച് വിറ്റിട്ട് അതിന്റെ ക്യാഷ് ആണ് നമുക്ക് തരുന്നെന്നാ പറഞ്ഞത്. അപ്പൊ അക്കൗണ്ടിൽ ഞങ്ങളുടെ 3 ദിവസം കഴിഞ്ഞ് അക്കൗണ്ടിൽ ഈ ക്യാഷ് വരും. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് പ്രോഡക്റ്റ് വേണ്ട, നമുക്ക് ക്യാഷ് അല്ലേ അത്യാവശ്യം. അപ്പൊ ആ ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോഴും ഈ പറഞ്ഞ നവാസ് ഒന്നും പറഞ്ഞിട്ടും ഇല്ല, നമുക്ക് ഈ ലോൺ ചെയ്ത ഒരു രേഖയും തന്നിട്ടില്ല. ഓൾറെഡി മൊബൈലിനകത്ത് അത് എല്ലാ കാര്യങ്ങളും വരും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് 7 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മിഥുനെയാണ് കോണ്ടാക്ട് ചെയ്തത്. 7 ദിവസം കഴിഞ്ഞ് മിഥുനെ വിളിച്ച് ലോണിന്റെ കാര്യം ചോദിച്ചപ്പോ പൈസ ഇതുവരെ വന്നിട്ടില്ല എന്ന് ചോദിച്ചപ്പോ മിഥുൻ പറഞ്ഞത്, ചേച്ചി അത് 18 രൂപ വരും. അപ്പൊ ഞാൻ പറഞ്ഞ അത് 34,000 രൂപ അക്കൗണ്ടിൽ നമുക്ക് ലോൺ ആയത്. ഈ 34,000 രൂപ ലോൺ വരുന്നിടത്ത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത് 37,000 സംതിങ് രൂപ അടയ്ക്കണം. അപ്പൊ ഈ 18 രൂപ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്തോ ലാഭം, ഇത് നഷ്ടമാണ്, മിഥുൻ ഇത് ക്യാൻസൽ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഈ 3 കസ്റ്റമറെയും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ചെയ്തോളാന്നും പറഞ്ഞു. പക്ഷെ പിന്നെ മിഥുനെ വിളിച്ചിട്ട് ഒരു വിളിയില്ല. പക്ഷെ മെസ്സേജുകൾ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മെസ്സേജ് ലോൺ അടയ്ക്കണം, EMI അടയ്ക്കണമെന്നും പറഞ്ഞ് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അവനും തോറും മിഥുനെ കോണ്ടാക്ട് ചെയ്യുന്നു, മിഥുൻ ഫോൺ എടുക്കുന്നില്ല. ഇടയ്ക്ക് വിളിക്കും, ഞാൻ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അടച്ചോളാൻ ചേച്ചി, അത് പേടിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ EMI-ക്കാർ അടയ്ക്കാത്തോണ്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും മിഥുനെ വിളിച്ചപ്പോ ഫിനാൻസുകാരെ നേരിട്ട് മിഥുനെ കോൾ ചെയ്ത് കൊടുത്തു. അപ്പൊ ഫിനാൻസുകാരും മിഥുനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞെന്ന് അത് അവൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തോളാം,
അത് ഇവര് പെട്ടതല്ല, ഞാൻ ചെയ്തോളാന്നും പറഞ്ഞു. ഈ ഡൗൺ പേയ്മെന്റ് വരെ ഇതിന്റെ പേരിൽ അടച്ചേക്കുന്നത്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ അറിഞ്ഞപ്പം അവര് പറയുന്നു ഇപ്പം ഇവനെ പിന്നെ വിളിച്ചിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിട്ടാപ്പള്ളി എന്ന് അന്വേഷിച്ചപ്പോ പിട്ടാപ്പള്ളി നവാസ് പറയുന്നു നമുക്ക് മിഥുനെ അറിയത്തില്ല, അവരെ ഫോണിൽ ഒരു എൻക്വയറി വന്നതാണ്, അതിൽ പ്രകാരമാണ് ഞങ്ങൾ വന്നത്, ഇത് നിങ്ങളാണ് വന്ന് ചതിക്കപ്പെട്ടത്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ, നിങ്ങൾക്ക് പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് തന്ന് നിങ്ങൾ EMI അടച്ചേ പറ്റോളെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഓർഡർ ഇല്ല, പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പ്രോഡക്റ്റും കിട്ടിയിട്ടില്ല, ക്യാഷും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ പിട്ടാപ്പള്ളി സംസാരിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, നിങ്ങൾക്ക് ലോൺ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ അടയ്ക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഈ പ്രോഡക്റ്റ് എവിടെ ഡെലിവറി ചെയ്തു എന്ന് അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഡെലിവറി ചെയ്തേ? അപ്പം പറയുന്നു എന്റെ പേര് വെച്ചാൽ എന്റെ പേരും പറഞ്ഞ് പ്രോഡക്റ്റ് അവിടുന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ വന്ന് ലോൺ ചോദിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങൾ പ്രോഡക്റ്റ് തന്നിട്ടില്ല, ഞാൻ അവിടെ വന്നിട്ടില്ല, നിങ്ങൾക്ക് CCTV ഫുട്ടേജ് ഇല്ലേ? അപ്പം പറഞ്ഞു അതെല്ലാം ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ വന്ന് ഇരവിപുരത്ത് കംപ്ലൈന്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് തട്ടിപ്പ് മനസ്സിലായി. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞു അവന്റെ പേര് മിഥുനല്ല, ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്, അഭിനവ്, രഞ്ജിത്ത്, അനന്തു, പല പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ നമുക്ക് പറ്റിയ ചതി നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇവിടെ അവന് പരാതി കൊടുത്തപ്പോഴേ അറിഞ്ഞേ, ഓൾറെഡി ഇവിടെ അവന്റെ 3-4 പരാതി ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ സാറുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്ത് ഫിനാൻസുകാർ അതിനും തോറും വീട്ടിൽ വന്നോണ്ടിരിക്കും, അവരോട് ഞാൻ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. അവര് പറയുന്നത് ചേച്ചി അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല, അവർക്ക് അടച്ചു കൊടുത്തേ പറ്റത്തോളൂ എന്ന്. അങ്ങനെ ഇന്നലെ സാറിനെ ഞാൻ വിളിച്ചിട്ട് നമ്മൾ സാറ് എന്തെങ്കിലും ആയാ ഫിനാൻസുകാർ വീട്ടിൽ കയറി ഇറങ്ങുന്നു. സാറ് പറഞ്ഞു ഞാൻ അശ്വതിക്ക് വാക്ക് തന്നിട്ടില്ല, ഒരാഴ്ചക്ക് അവനെ പിടിക്കുമെന്ന്. അങ്ങനെ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അശ്വതി വീടുമാരെ വരണം, മറ്റുള്ള കസ്റ്റമറെയും കൂടെ കൊണ്ടുവരണം, മിഥുനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ കാണുക സാറ് ഇവനെ, അല്ലാതെ ഞങ്ങൾക്ക് ഈ ഫോൺ വഴിയുള്ള ബന്ധമേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇവിടെ വന്ന് ചതിക്കപ്പെട്ടിട്ട് നിൽക്കും. അപ്പൊ അവൻ പറയുന്നത് അവൻ സെറ്റിൽ ചെയ്യാന്ന്, നമുക്ക് ഇന്ന് തന്നെ ഇത് തീരുമാനം എടുത്തേ പറ്റും.